ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. വിവേക ചൂടാമണി നമുക്ക് തുടർന്ന് നോക്കാം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ശ്ലോകം പഞ്ചാനാമപി കോശാനാം നിഷേധേ യുക്തിധഃ കൃതേ തന്നിഷേധാവധി സാക്ഷി ബോധരൂപോവശിഷ്യത്തെ എന്നുള്ള ആ ശ്ലോകം. എന്താണ് അവിടെ പറഞ്ഞേ? എങ്ങനെയാണ് ഈ പഞ്ചകോശ ഇതിൽ നിന്ന് ഇതല്ല എന്ന് നിഷേധിച്ച് വന്നിട്ട് ആത്മസ്വരൂപമാണ് എന്ന് മനസ്സിലാക്കാൻ എങ്ങനെയാണ് സാധിക്കുക? അതിന് എന്താണ് ഒരു വഴി? ഇത്ര എളുപ്പമല്ലല്ലോ. 5 കോശത്തിന് പുറമെ ഒരു കോശവും കൂടെ ഉണ്ട് എന്ന് വരെ ആചാര്യന്മാര് പറയുന്നു. അത്രയും കട്ടിയാണ് ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടേണ്ട കാര്യം. പുത്രൻ വിത്തം കളത്രം ഇത് മൂന്നും കൂടി നമ്മളെ പിടിച്ചു വരിച്ച് ശരീരബോധത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എങ്ങനെ ആത്മാബോധത്തിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞു 2 വിഷയങ്ങളാണ് ഇവിടെ ഉള്ള. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മമകാര വിഷയവും അഹങ്കാര വിഷയവും. അപ്പോ ഇതിൽ നിന്ന് മറികടക്കാൻ ഇത് രണ്ടും അറിയണം. അറിഞ്ഞിച്ച് മമകാര വിഷയത്തിൽ നിന്ന് എന്റേത് എന്നുള്ളതിൽ നിന്ന് ഇതെനിക്ക് ഉപയോഗിക്കാൻ കിട്ടിയിരിക്കുന്നത് മാത്രമാണ്, എന്റേത് എന്നുള്ള സങ്കല്പമിൽ ഇതെല്ലാം ഈശ്വരൻ്റെതാണ് എന്നൊരു വിചാരത്തിൽ കൂടി അതിൽ നിന്ന് പുറത്തു കിടക്കണം. അഹങ്കാര വിഷയത്തിൽ എങ്ങനെ ഞാൻ എന്ന ബുദ്ധിയെ ഈ 5 വെക്കാം. ഈ 5 സ്ഥലത്തും ഞാൻ എന്ന ബുദ്ധി മാറി മാറി സ്ഥിതി ചെയ്യും. ചിലപ്പോൾ ഞാൻ ഈ ശരീരം, ചിലപ്പോൾ ഞാൻ ഈ മനസ്സ്, അങ്ങനെ 5 കോശങ്ങളിലും ബുദ്ധി, അങ്ങനെ 5 കോശങ്ങളിലും മനസ്സ് സഞ്ചരിക്കും. സ്ഥൂല ഉടൽ ഞാനാണ്, മനസ്സ് ഞാനാണ്, പ്രാണൻ ഞാനാണ്, ഇങ്ങനെയൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പോ ഈ അഹങ്കാര വിഷയമായ പഞ്ചകോശത്തെ ആദ്യം മമകാരമാക്കി മാറ്റണം. അതായത് ഇത് ഞാനല്ല എന്റേത് എന്നാക്കി മാറ്റണം. ഒരു ടെക്നിക്കാണ് പറയുന്നത്. ആദ്യം പറഞ്ഞു പുറത്ത് കാണുന്നതിനൊക്കെ നമ്മൾ എന്റേതെന്ന് പറയുന്നുണ്ടല്ലോ. എന്റെ കെട്ടിടം, എന്റെ സ്കൂട്ടർ, എന്റെ കാറ്, എന്റെ ഭാര്യ, എന്റെ പുത്രൻ, അങ്ങനെ എന്റെ എന്ന് ആക്കുന്നു. അതേപോലെ ഈ ശരീരത്തെ ഞാൻ എന്നുള്ളത് മാറ്റിയിട്ട്, ഞാൻ ഈ ശരീരം എന്നുള്ളത് മാറ്റിയിട്ട് എന്റെ ശരീരം, എന്റെ കണ്ണ്, എന്റെ മൂക്ക്, എന്റെ വായ, എന്റെ നെറ്റി, എന്റെ ചെവി, ഇങ്ങനെ ആക്കി മാറ്റാനാണ് ആദ്യം പറയുന്നത്. അതിനുശേഷം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതും ഞാനല്ല എന്നുള്ളൊരു ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും. അങ്ങനെ പതുക്കെ ഓരോ സ്റ്റെപ്പായിട്ടേ പറ്റുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോ ശരിക്കും ഞാൻ എന്നുള്ളതിനെ എവിടെ വെക്കാം? ഞാൻ ഈ ശരീരമല്ല എന്ന് പറഞ്ഞു, പുറത്തുള്ളതൊന്നും ഞാനല്ല, എൻ്റെ ഇന്ദ്രിയങ്ങളൊന്നും ഞാനല്ല, അങ്ങനെ ഞാനല്ല എന്ന് പറഞ്ഞു വന്ന് കാരണ ശരീരം വരെ കടന്ന് അതും ഞാനല്ല എന്ന് പറഞ്ഞു. കാരണ ശരീരം മാത്രമാണ്, അതും ഞാനല്ല, ആത്മാവല്ല, ഞാൻ ആത്മാവാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇതെങ്ങനെയാ? ഈ 5 കോശങ്ങളെയും വെക്കേണ്ട സ്ഥലത്ത് വെക്കണം, അവരെ വെക്കേണ്ട സ്ഥലത്ത് വെക്കണം, നിർത്തേണ്ട സ്ഥലത്ത് നിർത്തണം. ഞാൻ എന്ന ബുദ്ധിയെ എവിടെ വെക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും അത് മാറ്റാൻ എളുപ്പമല്ല എന്ന് നമ്മൾ കണ്ടു. അപ്പോ വേദാന്തം മുഴുവൻ ഈ 5 കോശത്തിൽ നിന്നും ഞാൻ എന്ന ബുദ്ധിയെ മാറ്റാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ 5ന്റെയും സ്വരൂപം അറിയണമായിരുന്നു നമുക്ക്. അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ചത് ഈ 5ന്റെയും സ്വരൂപത്തെ ശങ്കരാചാര്യ സ്വാമികൾ ഭംഗിയായിട്ട് പറഞ്ഞു തന്നു. എന്തിനാണത് പറഞ്ഞു തന്നെ വിശദമായിട്ട്? അതൊന്നുമല്ല ഞാൻ എന്ന് മനസ്സിലാക്കി തരാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഓരോന്ന് നോക്കുമ്പോഴും നമുക്കറിയാം നമ്മൾ അതല്ല എന്ന്. പക്ഷെ ഇപ്പൊ നമുക്ക് കിട്ടിയത് എന്തറിവാണ്? ഒരു ബുക്കിഷ് നോളജാ. പുസ്തകത്തില്, ശാസ്ത്രത്തില് പറഞ്ഞത് നമ്മൾ കേട്ടു, നമുക്കറിയാം, കേട്ടു, മനസ്സിലായി. പക്ഷെ പ്രാക്ടിക്കലായിട്ട് നമുക്കത് അപ്ലിക്കബിൾ ആയോ? നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കിയോ? അവിടെയാണ് ഇനി ബുദ്ധിമുട്ട് വരുന്നത്. കാര്യങ്ങൾ മനസ്സിലായി, പുസ്തകം വായിച്ചുകൊണ്ട്, വിവേക ചൂടാമണി വായിച്ചതുകൊണ്ട് ഉടനെ തന്നെ 5 കോശത്തിൽ നമ്മൾ പുറത്ത് കടന്നോ? 5 കോശത്തിൽ നിന്നും കടക്കുന്ന കാര്യം പഠിച്ചു. ഇപ്പൊ കടന്നോ നമ്മൾ? ഇല്ല, ഒന്നും ആയിട്ടില്ല. അപ്പോ ഇനി അത് എങ്ങനെയാണ് പറ്റുക എന്നുള്ളതിനെ കുറിച്ചാണ് വിശദമായിട്ട് ശങ്കരാചാര്യ സ്വാമികൾ പറഞ്ഞു വരുന്നത്. ഒരുപാട് സാധനകൾ വഴി പതുക്കെ ഒരുപാട് സാധന വേണം, നല്ല സാധന ചെയ്ത് വേണം ഇതിൽ നിന്ന് ഞാനല്ല എന്ന് അറിഞ്ഞു വരാൻ. പക്ഷേ അപ്പോ ശരീരത്തെ ഞാൻ എന്ന് പറയാൻ പാടില്ല എന്ന് വെച്ചാൽ പറയാം.
പറയാൻ കുഴപ്പമൊന്നുമില്ല, ശരീരത്തെ ഞാനെന്ന് പറയാം. പക്ഷെ ഇതാണ് ഞാൻ എന്ന അഭിമാനം ഉള്ളിലുണ്ടായിരിക്കരുത്. ഞാൻ ഇത് തന്നെയാണ് എന്നൊരു തോന്നൽ നമുക്ക് പറയാം. പറയുമ്പോൾ ലൗകികമായിട്ട് ജീവിക്കുമ്പോൾ ഇവിടെ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അത് പറയേണ്ടി വരും, പറയാതെ പറ്റില്ല. പക്ഷെ ശരിക്കും സത്യം അതല്ല എന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. നമ്മുടെ ഉള്ളില് ഇതൊന്നും സത്യം, ശരിക്കും ഞാൻ ഭാരതത്തിന് വേണ്ടി ഞാൻ ശരീരമാണ്, ഇന്ന ആളാണ്, ഇന്ന പേരാണ്, ഇന്ന സ്ഥലത്താണ്, ഇന്ന ജോലിക്കാരനാണ്, ഇന്ന പോസ്റ്റാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഞാൻ ആത്മസ്വരൂപമാണ് എന്ന് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കണം. അങ്ങനെ ഓർത്തോർത്തോർത്ത് വരുമ്പോൾ ഉള്ളില് സ്ഥിരമായ ആ ഒരു ചിന്ത കയറി വരും. അപ്പൊ പിന്നെ നമ്മൾ ചെയ്യുന്നതെല്ലാം എന്തായിരിക്കും? നമ്മൾ ചെയ്യുന്നതെല്ലാം ഈ കോശത്തിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള പ്രവൃത്തികളായിരിക്കും. കാരണം ഞാൻ ഈ കോശമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അതിലൊരു ഒട്ടൽ ഉണ്ടാവുകയില്ല, അതിലോട് ചേർന്ന് നിൽക്കൽ ഉണ്ടാവുകയില്ല. അപ്പോ എങ്ങനെയാണ് ഒരു കോശത്തെ അതിജീവിച്ചു എന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? എങ്ങനെ അത് അറിയാം? ഞാൻ അന്നമയോകോശം കടന്നു നിൽക്കുന്ന ഒരാളാണ് കേട്ടോ എന്ന് നമുക്ക് സ്വയം എങ്ങനെ നമുക്ക് അറിയാൻ പറ്റുക? അങ്ങനെ അറിഞ്ഞിട്ട് വേണ്ടേ ഓരോ കോശവുമായിട്ട് മുന്നോട്ട് വരാൻ. ആദ്യം അന്നമയമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിലാണോ ഇപ്പൊ നിൽക്കുന്നത്? അവിടെ നിന്ന് നമ്മൾ കുറെ ആധ്യാത്മിക പുസ്തകങ്ങളൊക്കെ വായിക്കുകയും കുറെ സാധനങ്ങൾ ചെയ്യുകയും കുറെ വേദമന്ത്രങ്ങൾ ജപിക്കുകയും കുറെ വഴിപാടുകൾ ചെയ്യുകയും കുറെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. കുറെ ഭക്തി നമ്മളിൽ ഉണ്ട് എന്ന് നമ്മൾ തന്നെ സ്വയം തീരുമാനിച്ചിട്ടുണ്ട്. നല്ല ഭക്തി ഉണ്ട് എനിക്ക് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ ശരീരത്തിൽ നിന്ന് പുറത്ത് കടന്നോ? നമ്മൾ ഈ ശരീരത്തിൽ തന്നെയാണോ? അന്നമയ കോശത്തിൽ തന്നെയാണോ എന്നറിയണ്ടേ ആദ്യം. അവിടെ നിന്ന് വേണം പിന്നെ മുന്നോട്ട് പോകാൻ. അപ്പോ അതിന് എന്താണ് വഴി? അന്നമയം കടന്നു പ്രാണമയത്തിലേക്ക് എത്തി എന്നൊക്കെ വിചാരിക്കണമെങ്കിൽ അതിന് ഒരു ക്ലൂ പറഞ്ഞു തരുന്നുണ്ട് ഇവിടെ. ഒരു ക്ലൂ എങ്ങനെയാണ് പറ്റുന്ന ഒരു ടെസ്റ്റ്. എന്താണ്? നമ്മുടെ മനസ്സിനെ നോക്കുക. നല്ല ക്ലിയർ ആയിട്ട് മനസ്സിനെ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചിട്ട് അത് വിഷമിക്കുന്നുണ്ടോ എന്ന് നോക്കുക. മനസ്സിന് വിഷമമുണ്ടോ? വിഷമമുണ്ട് എന്ന് വരികിൽ എന്തിനെ കുറിച്ചാണ് വിഷമിക്കുന്നത്? വിഷമമുണ്ട് എന്ന് എന്തെങ്കിലും ഒരു അപൂർണത അവിടെ ഉണ്ടെങ്കിൽ അത് എന്തിനെ കുറിച്ചാണ് ആ അപൂർണത? അതല്ല ഞാൻ പൂർണ്ണ സംതൃപ്തനാണെങ്കിൽ ഇതൊന്നും വിഷയമല്ല. പൂർണ്ണ സംതൃപ്തനാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ അങ്ങനെ ആയിരിക്കാൻ വഴിയില്ല. അവിടേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. അപ്പോ നമ്മൾ നോക്കണം നമ്മുടെ മനസ്സിന് എവിടെയാണ് ഒരു ഡിസ്റ്റർബൻസ്, പിന്നെ എവിടെയാണ് സന്തോഷം വരുന്നത് മനസ്സിന്, അതും നോക്കണം. മനസ്സിന് ഒരു സങ്കടം എവിടെയാണ്, ഒരു അപൂർണത എവിടെയാണ് എന്നും നോക്കണം. ഒരു സന്തോഷം, ഇപ്പൊ ഞാൻ നല്ല ഹാപ്പിയാണ്, നമ്മൾ പറയാറില്ലേ, ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, ഞാനിപ്പോ വളരെ ഹാപ്പിയാണ്. എപ്പോ? ഇത് കിട്ടിയപ്പോ ഞാൻ വളരെ സന്തോഷമാണ്, എനിക്കിപ്പോ വളരെ സന്തോഷമാണ്, ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഈ സാധനം കിട്ടാനായിട്ട്, ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. നമ്മൾ സ്ഥിരം പറയുന്ന ഒരു കാര്യം. പക്ഷെ നമ്മളിവിടെ ഒന്നും നല്ല കൂടിയ ആത്മീയ ചിന്തയിലോട്ട് കടന്ന് പ്രവേശിച്ചിട്ട് ഇതൊന്നും ചിന്തിച്ചിട്ടില്ല. നമ്മൾ സാധാരണ മനുഷ്യൻ സാധാരണ ലൗകികമായിട്ട് ജീവിക്കുന്നു, സാധാരണ വ്യവഹാരത്തിൽ ഇടപെടുന്നു. ഇവിടെ നിന്ന് എങ്ങനെ നമ്മുടെ മുന്നിലോട്ട് പോകും? വിവേക ചൂടാമണി പഠിച്ചൊരു വ്യക്തി, കോശങ്ങളെ കുറിച്ചൊരു അറിഞ്ഞൊരു വ്യക്തി എങ്ങനെ മുന്നോട്ട് പോകും? ഇപ്പൊ നമ്മൾ നോക്കുക, ഇപ്പൊ ദീപാവലി കഴിഞ്ഞല്ലേ, ദീപാവലി ഇടയ്ക്കൊക്കെ ഒന്ന് പോയി. ദീപാവലിക്ക് പുതിയ വസ്ത്രം കൊടുക്കുക ഒക്കെ ഒരു പരിപാടി ഉണ്ട്. അപ്പോ ആ വസ്ത്രം കിട്ടി, ഒരാൾക്കൊരു പുതിയ സാരി കിട്ടി, അപ്പൊ ഒരു സന്തോഷം ഉണ്ടായി. ആ സന്തോഷം ഉണ്ടായി, നല്ലൊരു സാരി കിട്ടി, ഒരു ഗിഫ്റ്റ് കിട്ടി, നല്ലൊരു സാരി, സന്തോഷം. കവർ കൈ കിട്ടിയപ്പോ ഭയങ്കര ഹാപ്പി. അത് കഴിഞ്ഞ് അപ്പോ മനസ്സിന്റെ ഒരു ലെവൽ നോക്കിക്കോണം, അവിടെ സന്തോഷമാണ്. അത് കഴിഞ്ഞ് അത് തുറന്നു കഴിഞ്ഞ് അത് നിവർത്തി, നന്നായിട്ടുണ്ട്. അപ്പോ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾ പറഞ്ഞു, അതിന്റെ ഒരു ബോർഡർ അതിന് നല്ല മാച്ച് അല്ല, അതിന്റെ ബോഡി കളറിന് മാച്ച് അല്ല ബോർഡർ, അല്ലെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ. ഇങ്ങനെയുള്ള കമന്റ് വരുമ്പോൾ അത് അത്ര പോരാ, ബോർഡർ അത്ര പോരാ, സാരി ഓക്കെ, ബോർഡർ അത്ര പോരാ എന്ന് പറഞ്ഞാൽ അപ്പൊ ഒരു ചെറിയ പ്രയാസം തുടങ്ങി. ഇങ്ങനെയല്ലേ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും കടന്നു പോകുന്നത്? സിമ്പിൾ ഉദാഹരണമാണ് ഇവിടെ പറഞ്ഞത്. നല്ല സന്തോഷം വന്നു, നിവർത്തി നോക്കി, ഹാപ്പിയാണ്, പുതിയ സാരി കിട്ടി. അപ്പോഴാണ് ഒരു കമന്റ്, ബോർഡർ ഇത്ര മാച്ചിങ് അല്ല. അതോടുകൂടി മൊത്തത്തിൽ പ്രശ്നമായി. ഉടനെ അത് പിന്നെ തൽക്കാലം മാറ്റിവെച്ചു, കുറച്ചുകൂടെ മാച്ച് ഉള്ളത് കൊടുത്താൽ മതി, ഇതിപ്പോ കൊടുക്കണ്ട എന്ന് മാറ്റിവെക്കും.
ഇതൊക്കെ നമ്മൾ സ്ഥിരം ജീവിതത്തിൽ, ഇത് സാരി ഒരു ഉദാഹരണം, ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഇതുപോലെ തന്നെ. അപ്പോ ഇങ്ങനെ നമ്മള് ഈ സാരി കിട്ടുമ്പോൾ സന്തോഷിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് കിട്ടുമ്പോൾ സന്തോഷിക്കുന്നു, അല്ലെങ്കിൽ ഒരു വാച്ച് കിട്ടുമ്പോൾ സന്തോഷിക്കുന്നു, ഒരു നല്ല കണ്ണാടി, നല്ല ഒരെണ്ണം പൊട്ടിപ്പോയ സ്വർണത്തിന്റെ ഫ്രെയിമൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ഒരെണ്ണം ചെയ്യുമ്പോൾ കിട്ടി, അങ്ങനെ സന്തോഷമായി. ഇങ്ങനെയുള്ളതെല്ലാം, അങ്ങനെയുള്ളതിന്റെ സമയത്തൊക്കെ സന്തോഷം കിട്ടുമ്പോ ശരീരവുമായിട്ട് ബന്ധപ്പെട്ട് വള, കമ്മല്, മാല, ചെവിയിലെ കുണ്ടലം, മൂക്കുകുത്തി, അതേമാതിരി ആണുങ്ങള് ബെൽറ്റ്, പാന്റിന്റെ ഇത്, ഷർട്ടിന്റെ ഡിസൈൻ, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ആയിട്ട് അതൊക്കെ കിട്ടുമ്പോഴാണ് സന്തോഷം വന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലെങ്കിൽ നമ്മൾ എവിടെ നിൽക്കുന്നു? അന്നമയകോശത്തിൽ നിൽക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാവരും ഇപ്പൊ എവിടെയാണ്? അന്നമയത്തിലാണ്, അല്ലെ? നമ്മുടെയൊക്കെ സന്തോഷം എങ്ങനെയാ? നല്ലൊരു ഡ്രസ്സ് കിട്ടിയാൽ സന്തോഷിച്ചു. ശരീരവുമായിട്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള അപ്പിയറൻസ്, ശരീരത്തിന്റെ എക്സ്റ്റേണൽ അപ്പിയറൻസ്, പുറത്ത് ശരീരത്തെ കാണുന്ന ഒരു ഞാനെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഈ ശരീരത്തെ. അപ്പൊ ഈ ശരീരത്തെ പുറത്ത് കാണുമ്പോൾ അതിന്റെ മോടി കൂട്ടുന്ന രീതിയിലുള്ള എന്ത് കിട്ടുമ്പോഴും നമുക്കൊരു സന്തോഷം. അപ്പൊ നമ്മൾ എവിടെയാ നിൽക്കുന്നത്? അന്നമയത്തിലാണ് നിൽക്കുന്നത്. വ്യക്തമല്ലേ? നമ്മൾ അവിടെ നിന്ന് കടന്നോ? കടന്നിട്ടില്ല. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നിൽക്കുക. അവിടെയാണ് നമ്മൾ വലിയ വലിയ ഗുരുക്കന്മാരുടെ ഡ്രസ്സിങ്ങിനെ നോക്കണ്ടേ. രമണ മഹർഷി, ഒത്തിരി പേരുണ്ട്. അവര് ജസ്റ്റ് അവരുടെ നാണം മറയ്ക്കാൻ വേണ്ടി മാത്രം അത്രയും ഡ്രസ്സിന് നമ്മളെ പ്രാധാന്യം കൊടുക്കുള്ളൂ. കാരണം അവർ ശരീരബോധത്തിൽ നിന്ന് അപ്പുറത്ത് കടന്നവരാണ്. അവർക്ക് അത്രയും വേണ്ടു. ചിലർ കൗപീന മാത്രമായിട്ട് എത്രയോ പേരുണ്ട്, വലിയ വലിയ ആൾക്കാർ. ഇനി ഡ്രസ്സ് ഇടുന്നവരുണ്ട് ചിലർ. പക്ഷെ അവർക്ക് ഇന്നത് വേണമെന്നില്ല, എന്ത് ഡ്രസ്സാണെങ്കിലും ഇടും. അങ്ങനെയുണ്ട് ചില ഗുരുക്കന്മാര്. എന്ത് ഡ്രസ്സ് വേണമെങ്കിലും ഇടും. ഇന്ന ഡ്രസ്സ് അത് കിട്ടുമ്പോഴേ സന്തോഷം എന്നില്ല, എന്താണോ കിട്ടുന്നത് അത് ഉപയോഗിച്ച് നടക്കുന്നത്. ഇങ്ങനെ ഈ മനസ്സിനെ ഈ ശരീരബോധത്തിൽ നിന്ന് നമുക്ക് പലതരത്തിൽ കൊണ്ടുവരാം. അപ്പൊ നമ്മളെല്ലാവരും കൗപീനം എടുത്തുകൊണ്ട് നടക്കണമെന്നൊന്നുമില്ല, അതിന്റെ ആവശ്യമില്ല. എനിക്ക് ഇന്നത് വേണം, വെള്ള ഷർട്ട് തന്നെ വേണം, അല്ലെങ്കിൽ ചുവന്ന ഷർട്ട് തന്നെ വേണം, അല്ലെങ്കിൽ കരയുള്ള മുണ്ട് തന്നെ വേണം, ഇങ്ങനെ നിർബന്ധങ്ങളില്ലാതെ ഏതാണെങ്കിലും ശരി, എൻ്റെ ശരീരത്തിൽ ഏതാണെങ്കിലും എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ ബോധേഡല്ല. ഞാൻ ആത്മായാണ്. എൻ്റെ വ്യക്തിത്വം എൻ്റെ പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ എൻ്റെ സ്വയം എൻ്റെ ഉള്ള ആത്മീയ ശക്തിയിലോ ആണ് എൻ്റെ വ്യക്തിത്വം കിടക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ഇതിൽ നിന്ന് നമുക്ക് മോചനം നേടാം. കാണുന്നവർക്കെല്ലാം നമ്മളെല്ലാം ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോലെ ഒക്കെ തോന്നുകയും ചെയ്യും. പക്ഷെ നമ്മുടെ ഉള്ളില് നമ്മൾ അന്നമയ കോശത്തിൽ നിന്ന് നമുക്ക് ബാഹ്യമായിട്ട് പുറത്തേക്ക് കടക്കാൻ സാധിക്കുകയും ചെയ്യും. അമിതമായ ഒരു പ്രാധാന്യവും ഇതിന് കൊടുക്കാതിരിക്കുക. ഇതിന്റെ ക്വാളിറ്റിയിലോ ഇതിന്റെ ഡിസൈനിലോ അതിന്റെ മറ്റു കാര്യങ്ങളിലോ ഒന്നും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ അത് ഒരു ഉപയോഗത്തിന് വേണ്ടി മാത്രം എന്നുള്ള രീതിയിൽ അതിനെ ഉപയോഗിച്ചാൽ ആ കോശത്തിൽ നിന്ന് കടക്കാൻ പറ്റും. ഇത് മിനിമം ഡ്രസ്സും അങ്ങനെയുള്ള ശരീരത്തിന്റെ അലങ്കാര വസ്തുക്കളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇതേപോലെ ഭക്ഷണമാണെങ്കിലോ, ഭക്ഷണം എന്തിനു വേണ്ടിയിട്ടാ? ആർക്ക് വേണ്ടിയിട്ടാ? അന്നമയകോശം തന്നെയാണ്. പ്രാണമയകോശത്തിനും ഉണ്ട് സ്വല്പം. പക്ഷെ മെയിനായിട്ട് എന്താണ് വരുന്നത്? ഇന്ന ഭക്ഷണം വേണം, എനിക്കിത് കിട്ടിയാലേ പറ്റും. കറക്റ്റ് സമയത്ത് എനിക്ക് കാപ്പി കിട്ടിയില്ലെങ്കിൽ ഞാൻ വഴക്കുണ്ടാക്കും, വലിയ പ്രശ്നമാവും, ഒരുപാട് ബുദ്ധിമുട്ടാവും. കറക്റ്റ് സമയത്ത് ചോറ് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാവും. ഇനി പ്ലേറ്റിന്റെ മുമ്പിൽ ഇരിക്കുമ്പോഴോ ഇഷ്ടപ്പെട്ട കറികളും ഇഷ്ടപ്പെട്ട ഭക്ഷണവും അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. ഇനി ചിലപ്പോഴോ ഇഷ്ടപ്പെട്ടത് വരുമ്പോ ഭയങ്കര സന്തോഷവും. ഇന്നത്തെ വളരെ നന്നായിട്ടോ, സൂപ്പറായി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. അപ്പോഴും എവിടെയാണ് നിൽക്കുന്നത്? അന്നമയത്തിലും പ്രാണമയത്തിലും ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. അതേസമയം വലിയ വലിയ ആചാര്യന്മാര്, വലിയ ഗുരുക്കന്മാര്, മഹാന്മാരായിട്ടുള്ളവര് എന്ത് കിട്ടിയാലും മതി. വിശപ്പ് മാറാൻ വേണ്ടി എന്തെങ്കിലും കിട്ടണം, കിട്ടിയാൽ കഴിക്കും, വിശപ്പ് മാറും. അത്രേ ഉള്ളൂ. ശരീരത്തിലെ വിശപ്പ് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നത് ആർക്കും വിശപ്പിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പൊ വിശപ്പുണ്ടാവും, എന്തെങ്കിലും കഴിക്കും, വിശപ്പ് മാറും. അവർക്ക് അത്രയേ ഉള്ളൂ. ഇന്നത് വേണം എന്നുള്ള യാതൊരു ചിന്തയുമില്ല. ഇന്നത് കിട്ടുമ്പോൾ കൂടുതൽ സന്തോഷം, മറ്റേതിന് ഒരു ആവറേജ് സന്തോഷം, അങ്ങനെയൊന്നും ഇല്ല അവർക്കൊന്നും. അപ്പൊ അങ്ങനെ നമ്മളും ഈ ലേറ്റർ സ്റ്റേജിൽ, ഇപ്പൊ നമുക്ക് നല്ല പ്രായമായി നമുക്കൊക്കെ, ഇനിയെങ്കിലും ആഹാരത്തിലുള്ള നിർബന്ധ ബുദ്ധിയെ ഒഴിവാക്കണം. അപ്പൊ 2,
ഒന്ന് ശരീരത്തിൽ അലങ്കരിക്കപ്പെടുന്ന വസ്ത്രങ്ങളിലുള്ള നിർബന്ധ ബുദ്ധി, അതിനെ ഒഴിവാക്കിയാൽ മതി തൽക്കാലം. നിർബന്ധ ബുദ്ധികളെ ഒഴിവാക്കിയാൽ ഒരുപാട് സമാധാനം അവനവന് തന്നെ അനുഭവിക്കാൻ പറ്റും, ഇല്ലേ? ഇപ്പൊ നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു ഷർട്ട് ഇടുമ്പോൾ ഉള്ള ഒരു സന്തോഷം പോലെ തന്നെ ആയിരിക്കണം ഒരു അതുമായിട്ട് ബന്ധമില്ലാത്തൊരു വസ്ത്രമാണ് കിട്ടിയത്, അപ്പോഴും എന്തായിരിക്കണം, മതി. അല്ലാതെ ഒരെണ്ണം കിട്ടുമ്പോൾ പെട്ടെന്ന് അതിയായ സന്തോഷം ഉണ്ടാകാൻ പാടില്ല, രണ്ടും പാടില്ല. സന്തോഷം ഉണ്ടായാൽ ആ കോശത്തിൽ നിൽക്കുന്നു എന്നർത്ഥം. പ്രത്യേകിച്ച് സന്തോഷമൊന്നുമില്ല, ഇത് എനിക്കിപ്പോ ജസ്റ്റ് നാണം മറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ എനിക്ക് പുറത്തു പോകാൻ വേണ്ടിയിട്ട്, ശരീരം മറയ്ക്കാനായിട്ട് ഒരു വസ്ത്രം, ഓക്കെ, ഹാപ്പിയാണ്, പ്രശ്നമൊന്നുമില്ല. എനിക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് ചിന്തകളൊന്നുമില്ല, അതെങ്ങനെ വിട്ടേക്കണം. അതേമാതിരി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു സ്ഥലത്ത് ചെന്നു കിട്ടുന്ന ഭക്ഷണം കഴിച്ചു, അത് യാത്രയ്ക്ക് പോയി വേറെ എവിടെയെങ്കിലും പോയി കിട്ടുന്ന ഭക്ഷണം കഴിച്ചു. ഒരു വീട്ടിലും ഒരു സ്ഥലത്തും ഒരു നിർബന്ധങ്ങളും ഇല്ല, എന്താണെങ്കിലും ഞാൻ കഴിക്കും, എന്തായാലും കുഴപ്പമില്ല. അങ്ങനെ പതുക്കെ പതുക്കെ മനസ്സിനെ ഒന്ന് ശരിയാക്കി കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മൾ ഈ താഴത്തെ കോശത്തിലേ കിടക്കുള്ളൂ, നമ്മൾ ഒരിക്കലും മാറില്ല. നമ്മൾ എത്ര പുസ്തകം വായിച്ചിട്ടും കാര്യമില്ല, എത്ര പ്രഭാഷണം കേട്ടിട്ടും കാര്യമില്ല, എത്ര നാമം ജപിച്ചിട്ടും കാര്യമില്ല. കാരണം ഇത് ഈശ്വരൻ കടത്തിവിടേണ്ട വിടലുകളല്ല, ഇത് ഈശ്വരൻ കാര്യം പറഞ്ഞു തരും. ഈശ്വരൻ ശാസ്ത്രമായിട്ട് വേദമായിട്ട് വന്ന് നമുക്കെല്ലാം പറഞ്ഞു തരുന്നു. ഇതൊക്കെ ശാസ്ത്രത്തിൽ കൂടെ വരുന്നതല്ലേ, വേദം വേദാന്തം ഒക്കെ ഭഗവാന്റെ വായിൽ നിന്ന് വന്നു. അപ്പോ അത് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. അതിനെ പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്ത് കൊണ്ടുവരേണ്ടത് നമ്മളാണ്. അതിനെ ഈശ്വരനെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഭഗവാൻ എനിക്ക് തരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഭഗവാൻ വിവേകം തന്നിട്ടുണ്ട്, വിവേകം ഉപയോഗിച്ച് വൈരാഗ്യത്തിലേക്ക് പോകേണ്ടത് നമ്മളാണ്. ഭഗവാനല്ല വൈരാഗ്യം ഉണ്ടാക്കി തരണ്ടേ, നമ്മളാണ് വൈരാഗ്യം ഉണ്ടാക്കേണ്ടത്. അപ്പോ ഓരോ കാര്യങ്ങളിലും അങ്ങനെ വൈരാഗ്യം വരണം. അതിനോട് അമിതമായ ഇഷ്ടാനിഷ്ടങ്ങൾ ഇല്ലാതിരിക്കുക. അപ്പൊ ഭക്ഷണം, സ്വാദ്, പിന്നെന്താ, മറ്റുള്ളവരുടെ ആദരവ്, സ്നേഹം. അപ്പൊ എവിടെയാ, അവരെന്നോട് ഒരു സ്നേഹവും ഇല്ല അവർക്ക് എന്നോട്. അത് ശാരീരികമായിട്ടുള്ള കാര്യങ്ങളുമല്ല, ഭക്ഷണപരമായിട്ടുള്ള കാര്യങ്ങളുമല്ല. വെറുതെ എന്നെ ഒന്ന് കണ്ടപ്പോ ഒന്ന് മൈൻഡ് ചെയ്തു പോലും ഇല്ല, അവരെന്നെ ശ്രദ്ധിച്ചില്ല, അവരെന്നെ ആദരിച്ചില്ല, എന്നെ കണ്ടപ്പോ ഒട്ടും ഒരു ഇതില്ലാതെ ഒരു രീതിയിലാണ് പെരുമാറിയത്. അപ്പൊ നമ്മൾ എവിടെയാ നിൽക്കണേ, മനോമയത്തിൽ നിൽക്കുകയാണ്, അല്ലെ? മനസ്സിലല്ലേ ആ ചിന്തകൾ. ആദരിച്ചില്ല, എന്നെ ശ്രദ്ധിച്ചില്ല, എന്നെ കണ്ട ഭാവം നടിച്ചില്ല, എന്നെ ഇത്രയൊന്നും സ്നേഹിച്ചാൽ മതി പോരായിരുന്നു, ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുന്നതനുസരിച്ച് നോക്കുമ്പോൾ ഇങ്ങോട്ട് ഇത്രയും സ്നേഹം വന്നാൽ പോരാ. അങ്ങോട്ട് സ്നേഹിക്കുന്നതും എന്താണ്, ആരെയാണ് സ്നേഹിക്കുന്നത്? ആത്മാ എന്നറിഞ്ഞുകൊണ്ടാണോ? ഈശ്വരന്റെ സൃഷ്ടിയെ എല്ലാത്തിനെയും ഒരുപോലെയാണോ സ്നേഹിക്കുന്നത്? എല്ലാം ഈശ്വരനാണ് എന്ന് പറയുമ്പോൾ ഉള്ളൊരു സ്നേഹം വേറെയാണ്, വിശ്വപ്രേമം. അതിലേക്കാണ് എത്തേണ്ടത്. അല്ലാതെ ഓരോ എന്തെങ്കിലും ഒരു പ്രത്യേകത കൊണ്ട് ഒരാളോട് സ്നേഹം തോന്നിയാൽ അത് ഈ പറയുന്ന ഡിവൈൻ ലവ് അല്ല. ഡിവൈൻ ലവും സ്നേഹമാണ് ഈശ്വരൻ എന്നുള്ളത് നമുക്കറിയാം. ആ ഡിവൈൻ ലവ് എന്താണ്? ഡിവൈൻ ലവ് എന്ന് പറയുന്നതിന് ബാരിക്കേഡുകളൊന്നുമില്ല, പ്രത്യേകിച്ച് ഓരോ ഇങ്ങനെ എന്താ പറയാ അതിർവരമ്പുകൾ അങ്ങനെയൊന്നുമില്ല. ഇന്ന രീതിയിലാണെങ്കിൽ മാത്രം സ്നേഹിക്കുക, അല്ലെങ്കിൽ സ്നേഹിക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് കൂടുതൽ ഇഷ്ടമായി. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ആ സ്നേഹം എന്ന് പറയുന്നത് പല അളവുകോലുകൾ വെച്ചുകൊണ്ടുള്ള സ്നേഹമാണ്. വിശ്വപ്രേമം അങ്ങനെയല്ല. ഭഗവാൻ അങ്ങനെയാണല്ലോ. ഭഗവാൻ അങ്ങനെ യാതൊരു തരംതിരിവുമില്ല, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കും. കാരണം എല്ലാം ഭഗവാന്റെ അംശം തന്നെയാണ്. പക്ഷെ നമ്മൾക്കത് കേൾക്കും, പുസ്തകത്തിൽ വായിക്കും, എല്ലാം ഈശ്വരന്റെ അംശമാണെന്ന് നമ്മൾ 10 പ്രാവശ്യം 1000 പ്രാവശ്യം വായിച്ചാലും തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയെ ആ ആത്മസ്വരൂപമായിട്ട് കാണാൻ നമുക്ക് സാധിക്കാറില്ല. സാധിക്കണ്ടേ? വേണ്ടതാണ്. പറ്റുന്നുണ്ടോ? ഇല്ല. സ്വന്തം വീട്ടിലുള്ളവരെ പോലും നമുക്ക് പറ്റുന്നില്ലല്ലോ ആത്മസ്വരൂപമായി കാണാൻ. ഇനി വേണം അവനവനെ ആത്മസ്വരൂപമായി കാണാൻ പറ്റുന്നുണ്ടോ? അതുമില്ല. അപ്പൊ ചിലര് പറയും ആദ്യം അവനവനെ കാണാൻ നിൽക്കട്ടെ, മറ്റുള്ളവരെ ഈശ്വര സ്വരൂപമായിട്ടൊന്ന് കണ്ടാൽ. കുറെ ഗുരുനാഥന്മാരെയൊക്കെ കാണുന്നുണ്ടല്ലോ, അതുപോലെ അതിൽ നിന്ന് പടിപ്പടിയായിട്ട് ഉയർന്ന് എല്ലാവരിലും, എല്ലാ ജീവികളിലും, എല്ലാ കാണുന്ന എല്ലാത്തിലും ഈശ്വരനാണ്, ഈശ്വര സ്വരൂപമാണ് എന്ന് മനസ്സിലാക്കും. പറഞ്ഞ മാതിരി ഉപനിഷത്തുകളിൽ കൂടി പോകുമ്പോൾ സൃഷ്ടിയുടെ ക്രമമൊക്കെ അനുസരിച്ച് വരുമ്പോൾ എല്ലാം മനസ്സിലാവുന്നുണ്ട്. എവിടെന്നാ വന്നേ, ആരാണിതെല്ലാം, ഏതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായേ, ഏതിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്, ആരാണ് ഇതിനെല്ലാം നിലനിർത്തുന്നത്, ഏതിലേക്കാണ് ഇതെല്ലാം പോകുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ പ്രാക്ടിക്കലി വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടുള്ള ദ്വൈതഭാവങ്ങൾ ആണ് നടക്കുന്നത്. എല്ലാം ദ്വൈതമാണ്, നമുക്ക് ദ്വൈതമേ ഉള്ളൂ. നമ്മൾ അദ്വൈതം എന്ന് പ്രസംഗിക്കും. ഇപ്പോ ഇത് കേൾക്കുമ്പോൾ ചെയ്യുന്നതെല്ലാം ദ്വൈതത്തിലാണ്, എല്ലാം ദ്വൈതത്തിലാണ്. അമ്പലത്തിൽ പോകുന്ന ദ്വൈതമല്ലേ? അവിടെ ചെന്ന് ഭഗവാനെ കണ്ടാലേ സമാധാനമാവുള്ളൂ. സ്വന്തം
അകത്ത് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആത്മചൈതന്യത്തെ അറിയുന്നില്ലല്ലോ. നമ്മൾ ദ്വൈതത്തിലല്ലേ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാം ദ്വൈതമാണ്. എന്നാൽ എന്തിനാ പിന്നെ അമ്പലവും കാര്യങ്ങളും വെച്ചിരിക്കുന്നത്? എന്തിനാണ് പോകുന്നത്? എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിച്ച് മനസ്സിനെ ക്ലീനാക്കി ശുദ്ധമാക്കി നല്ല രീതിയിൽ ധർമ്മം ഉള്ളിൽ വളർത്തി വിവേകം വളർത്തി വൈരാഗ്യം വന്ന് ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയാനുള്ള സ്റ്റെപ്പുകളിൽ ഒരു സ്റ്റെപ്പ് മാത്രമാണ് അമ്പലവും അവിടെ പോകലും തൊഴിലും കാര്യമൊക്കെ സ്റ്റെപ്പ്. ആദ്യത്തെ സ്റ്റെപ്പുകളാണ്. അത് കൂടാതെ പറ്റില്ല, ചാടാനൊന്നും പറ്റില്ല. മൂന്നാമിൽ പടി ചാടിയിട്ട് അഞ്ചാമത്തെ പടിയിലേക്ക് എത്താനൊന്നും പറ്റില്ല. ഓരോ പടിയായിട്ട് തന്നെ വേണം മുന്നോട്ട് വരാൻ. ആദ്യം അമ്പലത്തിലിരിക്കുന്ന വിഗ്രഹത്തില് ഈശ്വര ചൈതന്യത്തെ പ്രത്യേകം കാണണം, ആദ്യത്തെ സ്റ്റെപ്പ്. പിന്നീട് ആ ഈശ്വരന്റെ സന്ദേശങ്ങളെ, ഈശ്വരന്റെ വാക്കുകളെ, ഈശ്വരന്റെ ശബ്ദമായ വേദത്തെ. അപ്പൊ ഈശ്വരൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഈശ്വരൻ എന്തൊക്കെയാ പറഞ്ഞിരിക്കണേ, എങ്ങനെ ജീവിക്കണം എന്നാ ഈശ്വരൻ പറഞ്ഞിരിക്കണേ എന്ന് ശാസ്ത്രങ്ങൾ പറഞ്ഞു തരുന്നു. അപ്പോ അമ്പലത്തിൽ പോയി കണ്ട ആ ഈശ്വരൻ ഏത് രൂപമായിക്കോട്ടെ, എല്ലാത്തിനും പുരാണങ്ങളുണ്ട്. ശിവപുരാണമുണ്ട്, വിഷ്ണുവിന്റെ പുരാണമുണ്ട്, എല്ലാവർക്കും പുരാണങ്ങളുണ്ട്. അവരൊക്കെ എങ്ങനെ എന്താ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത്, ആ ഈശ്വരവാണികൾ എന്താണ് എന്നറിഞ്ഞിട്ട് ആ വാണി അനുസരിച്ച് ജീവിച്ച്, അപ്പൊ എന്ത് പറയും? ആ വാണി അനുസരിച്ച് ജീവിക്കുമ്പോൾ അതിനകത്ത് പറയും എല്ലാം ഞാൻ തന്നെയാണ്, എല്ലാം ഞാൻ തന്നെയാണ്, എല്ലാവരെയും സ്നേഹിക്കണം, ധർമ്മമായിട്ട് ജീവിക്കണം, ആരെയും വേദനിപ്പിക്കരുത്, എല്ലാ കർമ്മങ്ങളും മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്നതായിരിക്കണം, സ്വന്തമായിട്ട് സന്തോഷിച്ചോളൂ, അതേസമയം മറ്റുള്ളവർക്ക് വിഷമം വരരുത്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? അമ്പലത്തിൽ ചെന്ന് തൊഴുതു നമ്മുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം മാറ്റി തരണേ ഭഗവാനെ എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞ ഒരു കാര്യവും അനുസരിക്കത്തില്ല. ഭഗവാൻ പറഞ്ഞ എല്ലാ കാര്യവും അനുസരിച്ചിട്ട് നമ്മളൊരു റിക്വസ്റ്റ് അങ്ങോട്ട് വെക്കുമ്പോഴാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അദ്വൈതമായിക്കോട്ടെ, എന്നാലും ശരി. പക്ഷെ അത് ചെയ്യുന്നില്ല. എന്നിട്ട് പിന്നെ എങ്ങനെ അദ്വൈതത്തിലേക്ക് പോകും? ഒരുപാട് പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട്, ഒരുപാട് പ്രയത്നിക്കേണ്ടതായിട്ടുണ്ട്. അമ്പലത്തിൽ ചെന്നാൽ നമുക്ക് എങ്ങനെയാ പറ്റും? ഇപ്പൊ നമ്മൾ കുറെ പഠിച്ചവരാണ്, കുറെ പഠിച്ചു മുന്നോട്ട് വന്നു. നമുക്ക് എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും? നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ഇന്നിപ്പോ ഒരു സുപ്രഭാതത്തിൽ ഞാൻ വിവേക ചൂടാമണി പഠിച്ചു, നാളെ മുതൽ അമ്പലത്തിൽ പോകുന്നില്ല. അതുകൊണ്ടൊരു കാര്യമില്ല. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റത്തില്ല. പിന്നെ എന്ത് പറ്റും? നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക? അവിടെ ചെല്ലാം, എല്ലാവരുടെ കൂടെ പോകാം, എല്ലാവരുടെ കൂടെ ഇടപഴകാം. ആ ചൈതന്യത്തെ കാണുമ്പോൾ എന്റെ ഈശ്വര, എന്റെ ഹൃദയത്തിലുള്ള ചൈതന്യം തന്നെയല്ലേ ഞാൻ ഈ കാണുന്ന പുറത്ത്. ഇങ്ങനൊരു ഭാഗ്യം കൂടെ എനിക്ക് ഉണ്ടായല്ലോ, ഈ വിഗ്രഹത്തിൽ കൂടി പോലും ഈ ചൈതന്യത്തെ കാണാൻ എനിക്ക് സാധിക്കുന്നുണ്ടല്ലോ. എന്തൊരു ഭാഗ്യമാണ് എനിക്ക്. എന്റെ ഉള്ളിലേക്ക് എനിക്ക് നോക്കാൻ പ്രയാസമുണ്ട്, കാണാൻ പറ്റുന്നില്ലെങ്കിലും ഇതാ ഒരു വിഗ്രഹ രൂപത്തില്, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു മൂർത്തിയുടെ രൂപത്തില് ആ ചൈതന്യം ഇവിടെ ഉണ്ട് എന്നുള്ള പരിപൂർണ വിശ്വാസത്തില് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നൊരു മനോഭാവത്തിലേക്ക് വരാൻ മേലേ നമുക്ക് വരാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായി? അവിടെ ചെന്ന് നിന്ന് ആ രൂപത്തെ കണ്ട് ആ ചൈതന്യത്തെ കണ്ട് ഒരു മിനിറ്റ് കണ്ണടയ്ക്കും. നമ്മളറിയാതെ കണ്ണടച്ചു പോകും. അതാണ് പ്രകൃതിയുടെ ഒരു ലീലാവിലാസം, ഈശ്വരന്റെ തന്നെ ലീലാവിലാസമാണ്. അറിയാതെ കണ്ണടയ്ക്കും. കണ്ണടച്ചിട്ട് എന്താണ്ടാവണേ? എന്റെ ഉള്ളിലേക്ക് ആ ഈശ്വര ചൈതന്യത്തെ ഞാൻ ആവാഹിക്കുന്നുണ്ട്. ഒരു ശ്ലോകം ചൊല്ലി, നാരായണീയത്തിൽ ഒരു ശ്ലോകം ചൊല്ലി, ഗുരുവായൂരപ്പന്റെ ഒരു ശ്ലോകം ചൊല്ലി കഴിയുമ്പോ എന്തുണ്ടാവണം? ആ ചൈതന്യം ഉള്ളില് നിറയണം. ഉള്ളില് ആ രൂപം നിറയണം. ഉള്ളിൽ ആ രൂപം നിറഞ്ഞാൽ എന്തായി? അപ്പൊ ഞാനും ആ രൂപവും വേറെ അല്ല, എന്റെ ഉള്ളില് ഈ രൂപമാണ് ഞാൻ എന്ന് സ്പഷ്ടമായിട്ട് മനസ്സിലാവും. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. അതാണ് നമ്മുടെ ഒരു നേരം കണ്ണടയ്ക്കുന്നു, തീർന്നു. കണ്ണടയ്ക്കുമ്പോ അകത്തേക്ക് എടുക്കണം. ആ എടുക്കുന്നത് അവിടെ തന്നെ ഉണ്ടോ എന്ന് പരിശോധിക്കണം. പുറത്തേക്ക് ഇറങ്ങി പരിശോധിക്കണം. ഒരു പ്രദർശനം വയ്ക്കാൻ മുന്നോട്ട് നീങ്ങുമ്പോ ഒന്ന് കണ്ണടച്ച് നോക്കുക, ഞാൻ ആ കണ്ട രൂപം എൻ്റെ ഉള്ളിലുണ്ടോ? എനിക്ക് കിട്ടിയോ ആ ശക്തി? എൻ്റെ ഉള്ളിലേക്ക് അത് പ്രവഹിച്ചോ? എനിക്കത് സൂക്ഷിക്കാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ വേണം. അങ്ങനെ വരുമ്പോ ഓരോ ചെറിയ സ്റ്റെപ്പിൽ കൂടെ നമുക്ക് പെട്ടെന്ന് നമുക്ക് മുന്നേറാൻ പറ്റും. കാര്യങ്ങൾ മനസ്സിലായാൽ പിന്നെ അപ്ലൈ ചെയ്യാന്നുള്ള, അപ്ലൈ ചെയ്യാതെ എന്ത് വാങ്ങിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്ലൈ ചെയ്ത് നോക്കണം. പതുക്കെ അപ്ലൈ ചെയ്ത് നോക്കണം. എങ്ങനെ പറ്റും. അതിനാണ് ഇപ്പൊ പറഞ്ഞ ഏത് കോശത്തിലാണ് നിൽക്കുന്നത്? നമ്മളെല്ലാവരും അന്നമയ കോശത്തിലാണ് നിൽക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് പതുക്കെ നമുക്ക് മുന്നോട്ട് പോകണം. ഇപ്പോ ഭക്ഷണം, വസ്ത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്റേത് എന്നുള്ളത് വിട്ടിട്ട് എന്ത് കിട്ടിയാലും എനിക്ക് കുഴപ്പമില്ല, എന്റേതല്ല, ഇതൊക്കെ ഈശ്വരൻ തരുന്നു. ഈ ശരീരം തന്നിരിക്കുന്നത് ഈശ്വരൻ, എന്റെ പുണ്യഫലമായിട്ട് ശരീരം കിട്ടിയിരിക്കുന്നു. ഞാൻ പുണ്യം അനുഭവിക്കാൻ വന്നിരിക്കുന്നു. അതിന്റെ കൂട്ടത്തിൽ പാപം കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് വിഷമങ്ങൾ വരുന്നു. സാരമില്ല, കുഴപ്പമില്ല, മുന്നോട്ട് പോട്ടെ. ഞാൻ യഥാർത്ഥത്തിൽ ഇതൊന്നും അല്ലല്ലോ.
ആക്ച്വലി ഞാൻ ശരീരം എടുക്കേണ്ട ആളായെന്ന് അല്ലല്ലോ, കർമ്മഫലം കൊണ്ട് വന്നു പോയതല്ലേ. ഇനി എനിക്ക് ശരീരം വേണ്ട, അതുകൊണ്ട് ഞാൻ ഈ ശരീരത്തിന് അമിത പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. ഇത് ഇവിടെ വ്യവഹാരത്തിന് വേണ്ടി എങ്ങനെ നിൽക്കുന്നിടത്തോളം കാലം നിൽക്കട്ടെ, പോകുമ്പോ പോട്ടെ. ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് മുന്നോട്ട് വരണം. അപ്പൊ മറ്റുള്ളവര് ആരും മൈൻഡ് ചെയ്തില്ലെങ്കിൽ മൈൻഡ് ചെയ്യണ്ട, കുഴപ്പമില്ല. അവരുടെ ഉള്ളിലും ആത്മശക്തി തന്നെയാണ്, ഞാനും ആത്മാ തന്നെയാണ്. പ്രത്യേകിച്ചൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ഒന്ന് തന്നെയാണ്. അവർ മൈൻഡ് ചെയ്താലില്ലെങ്കിൽ നമ്മൾ ഒന്നാണ്. അദ്വൈതമാണ് ഇവിടെ, ദ്വൈതമല്ല. പിന്നെന്താ, ഒന്നും നോക്കണ്ട. അയാളിലുള്ള അവരുടെ ജീവൻ എന്നുള്ള ആ ഭാഗത്ത് അവരുടെ ഈ പറഞ്ഞ അവർ ഏതെങ്കിലും കോശത്തിലായിരിക്കും നിൽക്കുന്നത്. നമ്മളാ കോശം വിട്ട് കടന്നു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ കോശത്തിൽ നിൽക്കുന്നവൻ എന്ത് പ്രവർത്തിക്കുന്നു അതിനെ നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഇങ്ങനെ പലതരത്തില്, ഇപ്പൊ ഞാനൊരു തരത്തിൽ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, പലതരത്തില് നമുക്ക് വൈരാഗ്യം ഉള്ളിൽ ഉണ്ടാക്കി കൊണ്ടുവരാം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഒരു ദേഷ്യമല്ല. ചിലർക്ക് അങ്ങനെയുണ്ട്, അവൻ്റെ വൈരാഗ്യ ബുദ്ധിയോടുകൂടെയാണ്. ആ വൈരാഗ്യം അല്ല. ഇതില് എന്താ പറയാ, സ്പിരിച്വാലിറ്റിയിൽ പറയുന്ന വൈരാഗ്യം അതല്ല. ഒന്നിനോടും പ്രത്യേകിച്ചൊരു ആഗ്രഹമില്ലായ്മയാണ് വൈരാഗ്യം. ഒന്നിനോടും പ്രത്യേകിച്ചൊരു ആഗ്രഹമില്ല, എനിക്ക് ഇന്നത് വേണം എന്നൊരു ആഗ്രഹമില്ലായ്മയാണ് തന്നെയാണ് വൈരാഗ്യം. അല്ലാതെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സാധനത്തിനെ കാണുമ്പോൾ അയ്യോ ഇതെനിക്ക്, ആ വൈരാഗ്യം അതല്ല വൈരാഗ്യം. ഒന്നിനോടും പ്രത്യേകിച്ചൊരു താല്പര്യമില്ല, എല്ലാം ഒരുപോലെ. ഒന്നിനും കൂടുതൽ ഇഷ്ടാനിഷ്ടങ്ങളില്ലാത്തൊരവസ്ഥ, ഇഷ്ടാനിഷ്ടങ്ങളില്ലാത്തൊരവസ്ഥ, അതാണ് വൈരാഗ്യം. അപ്പൊ ഈ കോശങ്ങളൊന്നും എൻ്റെ സുഖദുഃഖങ്ങളെ ബാധിക്കില്ല. അതാണ് ശരിക്കും ലക്ഷ്യം. അന്തിമ ലക്ഷ്യത്തിലേക്ക് എത്തേണ്ടത് എന്താണ്? ഈ 5 കോശങ്ങളും എൻ്റെ സുഖദുഃഖങ്ങളെ ബാധിക്കില്ല. ഞാൻ നിത്യ ആനന്ദ ശുദ്ധ പൂർണ്ണ സ്വരൂപമാണ്. ഈ ബോധം എനിക്കുണ്ടാകും. ഇതെല്ലാം പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ഈ സുഖങ്ങൾ കിട്ടും, അപ്പൊ തന്നെ ദുഃഖമാവും. ഒരേ ഇഷ്ടമുള്ള പായസം കണ്ടു, ഭയങ്കര സന്തോഷമായി വിളമ്പി കഴിച്ചു. ആദ്യത്തമായി കഴിക്കുമ്പോൾ സന്തോഷം, രണ്ടാമത്തമായി കൂടുതൽ സന്തോഷം, മൂന്നാമത്തെ പ്രാവശ്യം കൂടെ ഗ്ലാസ് കൂടെ കുടിച്ചപ്പോൾ ഒന്നുകൂടെ സന്തോഷമായി, നാലാമത്തത് കഴിക്കൂ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് ഇലയിൽ ഒഴിച്ചപ്പോ എന്തായി? ഇതെന്തത്, ഒരു കണക്കില്ലേ കഴിക്കാൻ? നിങ്ങൾ എന്ത് കണ്ടിട്ടാ ഒഴിക്കുന്നത്? ഇനി ഇത് കളയാൻ പറ്റൂ, ഇത് വേസ്റ്റ് ആക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് കഴിക്കുന്ന ആ കഴിപ്പൊന്ന് ആലോചിച്ച് നോക്കിക്ക്. കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറഞ്ഞത് ഈ അന്നം ബ്രഹ്മ, അതുകൊണ്ട് കളയരുത്. ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ ഇത് അകത്താക്കട്ടെ എന്നുള്ളൊരു പോളിസിയായി. നാലാമത്തെ ആപ്പയ്ക്കാണ്. 3 ആപ്പയിൽ ആദ്യത്തെ ആപ്പയ്ക്ക് ഒരു സന്തോഷം, രണ്ടാമത്തെ കുറച്ചുകൂടെ കുറഞ്ഞു, പിന്നീട് കുറച്ചുകൂടെ കുറഞ്ഞു, പിന്നെ അതിനോട് വെറുപ്പായി. പക്ഷെ കളയാനും മേല. ഇങ്ങനെയൊക്കെ നമ്മുടെ നിത്യജീവിതത്തില് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അതിനെ ആത്മീയമായിട്ടുള്ള തത്വചിന്തകളുമായിട്ട് ബന്ധിപ്പിക്കാൻ. അപ്പൊ യഥാർത്ഥ സുഖം എവിടെയാണ്? ഇതിലൊന്നുമല്ല. ഇതൊക്കെ ശാരീരികമായിട്ട് വന്നു പോകുന്ന കാര്യങ്ങളാണ്. അതേപോലെ മനസ്സിനെയും എടുക്കണം, ബുദ്ധിയെയും എടുക്കണം, അറിവിനെയും എടുക്കണം, എല്ലാത്തിനെയും അങ്ങനെ നോക്കി വരുമ്പോ ഈ കോശങ്ങളൊന്നും അല്ല എന്റെ യഥാർത്ഥ സ്വരൂപം. ഈ കോശങ്ങളൊന്നും എന്നെ ബാധിക്കരുത്, ഇതിന്റെ സുഖദുഃഖങ്ങളും എന്നെ ബാധിക്കരുത്. എന്നാൽ ശരീരത്തെ ഒരു മരക്കട്ട പോലെ വെക്കുക, അതാണോ? അല്ല. ഒട്ടൽ വേണ്ട, ഒന്നിനോടും അമിതമായിട്ടുള്ള താല്പര്യവും ഒട്ടലും വേണ്ട. കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കില്ല. ഇരുന്നോട്ടെ, നല്ല ഷർട്ട് കിട്ടി, സുഖമായിട്ട് ഇട്ടുകൊണ്ട് കിടക്കാം, എന്നാ പ്രശ്നം? ഒരു കുഴപ്പമില്ല. നല്ല ഭക്ഷണം കിട്ടി, സുഖമായിട്ട് കഴിക്കാം, ആരും വേണ്ടെന്ന് പറയുന്നില്ല, എല്ലാം ആകാം. പക്ഷെ എനിക്കത് കൂടിയേ തീരൂ, എനിക്കത് ഇല്ലെങ്കിൽ ഒരു പ്രയാസം എന്ന് വന്നാൽ സംഗതി മാറി. അപ്പോ ഇതൊന്നും എന്നെ ബാധിക്കാതിരിക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. കഠോപനിഷത്തില് ഇതിനെക്കുറിച്ച് ഒരുപാട് ഗംഭീരമായിട്ട് പറയുന്നുണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് സമയം വരുമ്പോൾ നമുക്കതൊന്ന് നോക്കാം. പിന്നെന്താണ് പറയണേ? പഞ്ചാനാമപി കോശാനാം നിഷേധേ യുക്തിതകൃതേ തന്നിഷേധാവധി സാക്ഷി ബോധരൂപോപശിഷ്യതേ. പഞ്ചാനാമപി കോശാനാം, 5 കോശങ്ങളെ നിഷേധേ യുക്തി സഹകൃതേ. യുക്തി സഹകൃതേ ഒരു വലിയ പ്രത്യേകിച്ചൊരു വാക്കാണ്. നിഷേധേ യുക്തി സഹകൃതേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ യുക്തികൃതേ, യുക്തിയോട് കൂടിയിട്ട്, അതാണ് അറിവ് പൂർണ്ണമായി, ബുദ്ധിപരമായി, അറിവ് പൂർവമായിട്ട്, അറിവോടുകൂടി. അതായത് ചുമ്മായല്ല, നമ്മളിപ്പോ അറിയുന്നുണ്ടല്ലോ, വ്യക്തമായിട്ട് നമുക്ക് ശങ്കരാചാര്യ സ്വാമി പറഞ്ഞിട്ടുണ്ട്. ഇതിനെ അറിഞ്ഞു മനസ്സിലാക്കി ബുദ്ധിപരമായിട്ട് ഈ കോശങ്ങളെ നീക്കുമ്പോൾ, ചുമ്മാ നീക്കാൻ പറ്റില്ല. വെറുതെ അങ്ങനെ ഞാൻ ഈ കോശമല്ലെന്ന് പറഞ്ഞ ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ എന്താണ്, എങ്ങനെയാണ് അന്നമയ കോശത്തിൽ നിൽക്കുന്നത്, ഏതാണ് നമ്മൾ മനോമയ കോശത്തിൽ നിൽക്കുന്ന അവസ്ഥയൊക്കെ മനസ്സിലായി. ഇത് അറിഞ്ഞ് ബുദ്ധി ഉപയോഗിച്ച് ബുദ്ധിപൂർവമായിട്ട് വിവേകത്തോടുകൂടി ഈ കോശങ്ങളെ നീക്കുമ്പോൾ തന്നിഷേധ അവധി എന്നാണ്. ആ നിഷേധത്തിന് ആധാരമായി, അവധി എന്ന് പറയുന്നത് ഇവിടെ ആധാരമായി,
ഈ നിഷേധങ്ങൾക്കെല്ലാം ആധാരമായി അധിഷ്ഠാനമായി ഒന്നുണ്ട്. കോശങ്ങളെയൊക്കെ അറിഞ്ഞു, അതൊന്നുമല്ല ഞാനെന്ന് ഉള്ള ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് ശാസ്ത്രം വഴിക്ക് മനസ്സിലാക്കി പോകുമ്പോൾ ഇതിനൊക്കെ ആധാരമായ ഞാനുണ്ട്. ആ ആധാരമായ അധിഷ്ഠാനമായ അറിവ്, ബോധരൂപം, സ്വരൂപം, തന്മയായ സാക്ഷിയായി അവശിഷ്യത്തെ. ആരാണ് പിന്നെ അവിടെ? ഇതെല്ലാം നീക്കി കഴിയുമ്പോൾ ഒരാളെ ഉള്ളൂ, അത് സാക്ഷിയാണ്. സാക്ഷിയായി നിൽക്കുന്നു. 5 കോശങ്ങളെയും അറിവുപൂർവമായി നീക്കിയ ശേഷം ആ കോശങ്ങൾ മാറ്റപ്പെട്ട സ്ഥലത്ത് അടിസ്ഥാനമായി ബാക്കി ഉണ്ടാകുന്നത് ചൈതന്യ സ്വരൂപം മാത്രമാണ്. അത് സാക്ഷിയായി ഇരിക്കും. പണ്ടൊരു ഉപനിഷത്തിൽ നമ്മൾ കഥ പഠിച്ചിട്ടില്ലേ? 2 കിളികൾ ഒരു വൃക്ഷത്തിലിരിക്കുകയും ഒരു പക്ഷി മറ്റേ പക്ഷിയെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല. മറ്റേ പക്ഷി ഓരോ പഴങ്ങൾ കാണുമ്പോൾ അങ്ങോട്ട് ചാടുന്നു, അത് കടിക്കുന്നു, കൊത്തുന്നു, താഴെ ഇടുന്നു. വേറൊരു പഴം കാണുമ്പോൾ ഉടനെ അങ്ങോട്ട് ചാടുന്നു. പിന്നെ ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിട്ട് ഒരു സമാധാനവും ഇല്ലാതെ ആ മരത്തിൽ കാണുന്ന എല്ലാ സ്ഥലത്തിലേക്കും സഞ്ചരിച്ചുകൊണ്ടും ഇങ്ങനെ ചാടിക്കൊണ്ടും പറന്നുകൊണ്ടും ഒന്നിനെ കടിച്ചുകൊണ്ടും കൊത്തിക്കൊണ്ടും ഇങ്ങനെ ഇരിക്കുന്നു. മറ്റു പക്ഷി വെറുതെ ചുമ്മാ ഈ പക്ഷിയുടെ ചലനങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് സന്തോഷമായിട്ട് അവിടെ വെറുതെ ഇരിക്കുക. നമ്മൾ പഠിച്ചതാണ്, ഏതോ ഞാൻ മറന്നുപോയി, നമ്മൾ പഠിച്ചതാണ്. അപ്പോ ഇങ്ങനെ ഈ 5 കോശങ്ങളെ നീക്കിയാൽ എന്തുണ്ടാവും? ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരുമല്ലോ. ഈ 5 കോശങ്ങളെയും കടക്കോ പറ്റുമോ എന്നുള്ളത് അങ്ങനെ നിൽക്കട്ടെ. അങ്ങനെ ഈ 5 കോശങ്ങളെയും പതുക്കെ പതുക്കെ നിഷേധിച്ച് ഞാൻ സമ്പൂർണ്ണ സംതൃപ്തനായ ആനന്ദസ്വരൂപമായ ആത്മാവാണ്, സാക്ഷിയാണെന്ന് വരുമ്പോൾ സാക്ഷിയായിട്ടിരിക്കുന്നതാണ്. സാക്ഷിയായിട്ടിരിക്കുന്നതാണ്. എന്താണ് സാക്ഷിയുടെ പ്രത്യേകത? കോടതിയിൽ സാക്ഷിയുണ്ട് അല്ലേ? സാക്ഷിക്ക് എന്താ പ്രത്യേകത? സാക്ഷി പ്രതിയുമല്ല വാദിയുമില്ല. പ്രതിയും വാദിയും ആരാണ്? ആ പ്രശ്നത്തിൽ പങ്കുള്ളവര്. 2 പേർക്ക് അതിൽ പങ്കുണ്ട് ഇല്ലേ? പ്രതിക്കും വാദിക്കും, 2 പേർക്കും, വാദി പ്രതി അങ്ങനെയാണല്ലോ പറയാം. അവർ 2 പേരും ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്. പക്ഷേ സാക്ഷി ഇൻവോൾവ്ഡ് ആണോ? അല്ല. സാക്ഷി ആരാണ്? അത് ഒന്നിലെ അത് കണ്ട ആള് അല്ലെങ്കിൽ കേട്ട ആള്, അത്രേ ഉള്ളൂ. അയാൾ അതിന് ഇൻവോൾവ്ഡ് ആയ ആ നടന്ന പ്രക്രിയയിൽ അയാൾക്ക് പങ്കില്ല. അയാൾ ഈ പ്രക്രിയ കാണുകയോ കേൾക്കുകയോ ചെയ്ത ആൾ മാത്രമാണ് സാക്ഷി. അതുപോലെയാണ് ഇവിടെ സാക്ഷാൽ ആത്മസ്വരൂപം ഞാൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, എല്ലാം ഞാൻ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. അനുഭവിക്കുന്നത് ഞാനല്ല. അനുഭവിക്കുന്ന ആളാരാണ്? അനുഭവിക്കുന്ന ആളാണ് ജീവൻ. അത് നമ്മൾ നേരത്തെ കോശങ്ങൾ പറഞ്ഞപ്പോൾ ജീവനാണ് അനുഭവിക്കുന്നത്. ഞാൻ ജീവനല്ല, ഞാൻ ആത്മായാണ്. ജീവൻ എന്നുള്ള പേരെപ്പോ വരും? ശരീരം എടുക്കുമ്പോൾ ഇതിനകത്തേക്ക് വരുന്ന ചിതാഭാസനാണ് ജീവൻ. ആത്മാവിന്റെ പ്രതിബിംബമാണ് ജീവൻ. അപ്പൊ പറയുന്നുണ്ട് ജീവാത്മാവും പരമാത്മാവും ഒന്നാണെന്നാണല്ലോ പറയുന്നത്. അതെ, ജീവാത്മാ എന്നുള്ളൊരു സ്റ്റാറ്റസ് അതിന് പോകും. ഇപ്പൊ ഒരു സ്റ്റാറ്റസ് ഉണ്ട്, ഒരു പേര് കൊടുത്തിരിക്കുകയാണ്. നമുക്കിപ്പോ ഒരു പേര് തന്നിട്ടില്ലേ? ഇന്ന വീട്ടിലെ ഇന്നാളുടെ മകൻ എന്നുള്ള പേര് തന്നിട്ടുണ്ടല്ലോ. അടുത്ത ജന്മത്തിൽ ഈ പേരാണോ? അല്ല. അപ്പൊ ഇപ്പൊ ഒരു പേര് കിട്ടിയിട്ടുണ്ട്. ഓഫീസിൽ ചെല്ലുമ്പോൾ എന്താ പേര്? ഓഫീസിൽ ചെല്ലുമ്പോൾ ഓഫീസിലെ മാനേജർ എന്നോ ക്ലർക്ക് എന്നോ പ്യൂണെന്നോ ഉള്ള പേര്. മക്കള് വിളിക്കുമ്പോൾ അച്ഛൻ എന്നുള്ള പേര് അല്ലെങ്കിൽ അമ്മ എന്നുള്ള പേര്. ഭർത്താവ് വിളിക്കുമ്പോൾ ഭാര്യ എന്നുള്ള പേര്, ഭാര്യ വിളിക്കുമ്പോൾ ഭർത്താവ് എന്നുള്ള പേര്. ഇങ്ങനെ പിന്നെ പേരക്കുട്ടികൾ ഉണ്ടാകുമ്പോൾ മുത്തശ്ശനോ മുത്തശ്ശിന്നോ വിളിക്കും. ഇതൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതുപോലെ ചിതാഭാസൻ എന്നുള്ള ആ അവസ്ഥയില് സാക്ഷാൽ പരമാത്മാവിൻ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിന്റെ പ്രതിബിംബം മനസ്സിൽ പ്രതിഫലിക്കുമ്പോൾ ചിതാഭാസൻ അഥവാ ജീവനായി വന്നു. ആ പ്രതിഫലനമില്ലാതെ കണ്ടായാൽ പിന്നെ ആരുണ്ട് അവിടെ? പിന്നെ ആ സൂര്യൻ മാത്രമേ ഉള്ളൂ. സൂര്യനെ പ്രകാശിപ്പിക്കുന്ന കണ്ണാടിയില്ല. കണ്ണാടി ഇല്ലാതെ കണ്ണാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മനസ്സില്ലാണ്ടായാൽ പിന്നെ അവിടെ എന്തുണ്ട്? ഈ ആത്മപ്രകാശം മാത്രമേ ഉള്ളൂ. അത് തന്നെയാണ് ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ. ആ ഞാനാണ് യഥാർത്ഥ ഞാൻ. ഇത് കട്ടിയാണ്. പതുക്കെ പതുക്കെ നോക്കിയാൽ മനസ്സിലാവും. പതുക്കെ ചിന്തിക്കണം. ഒരു പ്രകാശം മാത്രം അവശേഷിക്കും. ആ പ്രകാശമാണ് ഞാൻ. അപ്പോ ഇവിടെ പറയുന്നു യുക്തിസഹകൃതേ എന്ന് പറഞ്ഞു. ആചാര്യസ്വാമി പറയുന്നുണ്ട്. എന്താണ്? നമ്മുടെ അനുഭവത്തിൽ നോക്കിയാൽ നമ്മൾ ഈ കോശങ്ങളെയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആണല്ലോ. ഒരു കുറെ വിശദമായിട്ട് പറഞ്ഞു. ഈ കോശങ്ങളെയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ഥൂല ഉടൽ ഞാൻ, പ്രാണൻ ഞാൻ, മനസ്സാണ് ഞാൻ, അറിവാണ് ഞാൻ എന്ന് അനുഭവം കൊണ്ട്, അനുഭവത്തിൽ അങ്ങനെയാണല്ലോ.
ജീവിതത്തിന്റെ അനുഭവത്തിൽ ഞാനാണ് ഈ ഓരോന്നും, മനസ്സിൽ ഞാനാണ്, എല്ലാം നമ്മുടെ അനുഭവത്തിൽ അങ്ങനെയാണ്. ഈ കോശങ്ങൾ കൊണ്ട് ഞാൻ എന്ന് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു അനുഭവത്തിൽ. എന്നാൽ ഇവിടെ ഓരോ കോശങ്ങളും എന്തുകൊണ്ട് യഥാർത്ഥ ഞാനല്ല, ഏതു കാരണത്തിലാണ്, കാരണം കൊണ്ടാണ് അല്ല എന്ന് തെളിയിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ അറിവിനാൽ തെളിയിക്കപ്പെട്ടു. ആരാണ് അറിവ് പറഞ്ഞു തന്നെ? ശങ്കരാചാര്യ സ്വാമികൾ വിവേക ചൂടാമണിയിൽ കൂടി അറിവിനാൽ ഓരോ കോശങ്ങളെയും ഇന്നന്ന കാരണങ്ങളെ കൊണ്ട് യഥാർത്ഥ ഞാൻ എന്ന ആ ആത്മാവല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞു തന്നു. ഈ അറിവ് മൂലം, ഈ അറിവ് ചുമ്മാ ഞാനല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ ഈ പഠിച്ചല്ലോ, 5 കോശങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചു, വിശദമായിട്ട് പഠിച്ചു, ലക്ഷണങ്ങൾ പഠിച്ചു. എന്തുകൊണ്ട് ഞാനല്ല, എന്തുകൊണ്ട് ആത്മാ അല്ല ഇതൊന്നും എന്നുള്ളതിന് ശരിയായിട്ടുള്ള കാരണങ്ങളും ആചാര്യസ്വാമി പറഞ്ഞു തന്നു. അപ്പൊ നമുക്കതിന്റെ അറിവ് കിട്ടി. ഇപ്പൊ നമുക്ക് അറിവായി. നമ്മൾ മാറിയിട്ടില്ല, നമ്മൾ കോശങ്ങളിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ കോശങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ അറിവ് നമുക്കുണ്ടായി. ഇതിൽ നിന്ന് എങ്ങനെ കടക്കാം എന്നുള്ളതും ഇപ്പൊ കുറേശ്ശെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. മമാകാരവും അഹങ്കാരവും നീക്കണം, അതിനുള്ള സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞു തരുന്നു. അപ്പോ യുക്തിയോടുകൂടി, യുക്തിസഹ. അപ്പൊ ഒരു സമയം എങ്ങനെ യുക്തിയിൽ കൂടി കടക്കുക? ഈ അറിവ് മൂലം നീക്കപ്പെടുന്നതിനെയാണ് ഇവിടെ ആചാര്യസ്വാമികൾ യുക്തിസഹ എന്ന് പറയുന്നത്. യുക്തിയിലൂടെ എന്ന് പറഞ്ഞത് ഈ അറിവിലൂടെ നീക്കണം എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ യുക്തിക്ക് എന്താണ് ഇവിടെ പ്രാധാന്യം, അതെങ്ങനെ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം പറയും. ശരിക്കും സൂര്യോദയത്തെ അനുഭവപൂർവമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കുക. സൂര്യോദയം, രാവിലെ സൂര്യൻ ഉദിക്കുന്നു, നമ്മുടെ അനുഭവമാണ്. വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നു. അനുഭവത്തിലൂടെ നമ്മൾ സൂര്യോദയത്തെയും സൂര്യാസ്തമനത്തെയും കാണുന്നു, അല്ലെ? ഓക്കെ ആണല്ലോ. അനുഭവപൂർവം നാം മനസ്സിലാക്കുന്നു. പക്ഷേ അറിവ് വെച്ച് നോക്കുകയാണെങ്കിൽ, യഥാർത്ഥ അറിവ് എന്താണ്? ശരിക്കും യഥാർത്ഥ അറിവിൽ കൂടെ നോക്കുകയാണെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? സൂര്യൻ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല. ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നതാണ് രാവും പകലും. സൂര്യൻ വന്ന് ഉദിക്കുന്നില്ല, സൂര്യൻ പോയി അസ്തമിക്കുന്നുമില്ല. ശരിയല്ലേ? ശാസ്ത്രം, സയൻസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കറക്റ്റാണ്. നമ്മുടെ വേദങ്ങളിലും പറയുന്നുണ്ട് ഭൂമിയാണ് കറങ്ങുന്നത്, സൂര്യൻ നിശ്ചലമായി അവിടെ തന്നെ നിൽക്കുന്നു, ജ്വലിച്ചു കൊണ്ടിരിക്കുന്നു, ആത്മാവിന്റെ ശക്തി കൊണ്ട് ജ്വലിക്കുന്നു എന്നൊക്കെ പറഞ്ഞെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഗ്രഹങ്ങളാണ് സഞ്ചരിക്കുന്നത്, സൂര്യൻ അങ്ങനെ തന്നെ നിൽക്കുന്നു, വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ എങ്ങനെയാ സൂര്യൻ അസ്തമിച്ചു, സൂര്യൻ ഉദിച്ചു എന്ന് നമ്മൾ പറയണേ? ഇന്നത്തെ സൂര്യോദയം ഇത്ര സമയത്ത് ഇതാ സൂര്യൻ ഉദിച്ചു പൊങ്ങി വരുന്നു, ഇതാ മുന്നോട്ടെത്തി, ഇത് മുകളിലെത്തി, ഇത് പുറകോട്ട് പോയി, ഇതാ അസ്തമിച്ചു. ഇതൊക്കെ അനുഭവപൂർവമായിട്ടുള്ള കാര്യങ്ങൾ. അത് അനുഭവം. പ്രത്യേകം നോക്കുക, അത് അതിന്റെ പേര് അനുഭവം. അനുഭവത്തിൽ ഉള്ള കാര്യങ്ങൾ അറിവുപൂർവമായിട്ട് ശ്രദ്ധിക്കുമ്പോൾ, അറിവിൽ കൂടി നോക്കുമ്പോൾ, യുക്തിയിൽ കൂടി നോക്കുമ്പോൾ സൂര്യനും അസ്തമനവും ഉദയവും ഇല്ല. സൂര്യൻ അവിടെ തന്നെ. ശരിയാണല്ലോ? എത്ര നന്നായിട്ട് ആചാര്യസ്വാമികൾ അത് പറഞ്ഞു തരുന്നേ. അപ്പൊ ഇവിടെ അങ്ങനെ രാത്രിയും പകലും നമുക്ക് കാണുന്നുണ്ട്, അനുഭവത്തിലുണ്ട്. യഥാർത്ഥത്തിൽ അതുണ്ടോ? ഭൂമി പരന്നിരിക്കുന്നു എന്ന് നമ്മൾ ആദ്യം വിശ്വസിക്കുന്നു, അല്ലേ? നമ്മളിപ്പോ നോക്കുമ്പോൾ ഭൂമി പരന്നല്ലിരിക്കുന്നത്. കുട്ടികളൊക്കെ അങ്ങനെയല്ലേ പറയാം, പരന്നിരിക്കുന്നു, ഭൂമി നന്നായിട്ട് പരന്നിരിക്കുന്നു. എപ്പോഴാണ് നമുക്ക് ആ അനുഭവം, പരന്നിരിക്കുന്നു എന്ന നമ്മുടെ അനുഭവം മാറിയത് എപ്പോഴാണ്? യഥാർത്ഥമായിട്ട് ഇത് കണ്ടുപിടിക്കപ്പെട്ടു, ഭൂമി ഗോളമാണ് എന്ന്. ഇനി സയൻസ് വെച്ച് കണ്ടുപിടിച്ചു എന്ന് പറയണ്ട കേട്ടോ. ഭൂമി ഗോളമാണെന്ന് വേദത്തിൽ എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്. വേദത്തിൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഭൂമി ഗോളമാണെന്ന്. അപ്പൊ നമുക്ക് അനുഭവത്തിൽ പരന്നല്ലേ കാണുന്നേ? നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ചുമ്മാ നോക്കുമ്പോൾ ഭൂമി ഗോളമായിട്ട് നമുക്ക് കാണാൻ പറ്റും? ഇല്ല. വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ കാണാൻ പറ്റും, പതുക്കെ. അപ്പൊ അറിവുപൂർവമായിട്ട് നോക്കുമ്പോൾ ഭൂമി പരന്നതല്ല, ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ പരന്നതാണ്. ഇങ്ങനെ പല കാര്യങ്ങളും, പല അനുഭവങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഈ ശരീരമാണ് ഞാൻ എന്ന് തോന്നിയാലും ശങ്കരാചാര്യ വിവേക ചൂടാമണിയിൽ പറഞ്ഞു തന്ന അറിവ് മൂലം ഞാൻ ഈ ശരീരമല്ല എന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. അനുഭവത്തിൽ നമുക്കിപ്പോ ഞാൻ ഈ ശരീരമാണെന്ന് എന്റെ അനുഭവത്തിൽ ഞാൻ അങ്ങനെ ആണല്ലോ, അനുഭവത്തിൽ കൂടെ ഇപ്പൊ അങ്ങനെയാണ്, ശരീരമാണ്. അറിവ് വരുമ്പോ, യുക്തി വരുമ്പോ, ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കണം. സൂര്യോദയത്തെ മനസ്സിലാക്കിയ പോലെ മനസ്സിലാക്കുക. ഞാൻ ഈ ശരീരമല്ല, ഞാൻ പ്രാണനല്ല, ഞാൻ മനസ്സല്ല, ഞാൻ അറിവല്ല, ഞാൻ ആനന്ദമല്ല. ഏതാനന്ദം?
ഇവിടെ പറഞ്ഞ ആനന്ദമയ കോശത്തിലെ ആനന്ദമല്ല. അതായത് ഏതെങ്കിലും ഒരു വസ്തു കിട്ടുമ്പോഴോ എന്തെങ്കിലും ഒരു മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നടക്കുമ്പോഴോ ഉണ്ടാകുന്ന ആനന്ദമല്ല യഥാർത്ഥ ആനന്ദം. ഈ ആനന്ദം വേറൊന്നിനെ ആശ്രയിച്ചിരിക്കുന്ന ആനന്ദമാണ്. സാക്ഷാൽ പരമാനന്ദം എന്ന് പറയുന്നത് ഒന്നിനെയും ആശ്രയിക്കാതെ സ്വയം ഉണ്ടാകുന്ന ആനന്ദം. ഒന്നിനെ ആശ്രയിക്കണ്ട, ഇന്നത് വേണമെന്നില്ല, ഒന്നുമില്ല, എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. അപ്പോ അറിവുപൂർവമായി ശാസ്ത്രം വഴി ഇവ ഒന്നും യഥാർത്ഥ ഞാനല്ല, ആത്മാവല്ല എന്ന് നിഷേധം ചെയ്തു. ഓരോ ശ്ലോകത്തിൽ കൂടി നിഷേധം ചെയ്തു. നിഷേധം എന്നാൽ നീക്കൽ. നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ നീക്ക്, ഇതൊന്നുമല്ല, ഞാനല്ല, ഞാനല്ല, ഞാനല്ല എന്ന് നീക്കി. ഇങ്ങനെ 5 കോശങ്ങളെയും അറിവുപൂർവമായി നീക്കിയപ്പോൾ തൻ നിഷേധ അവധിഹി, എന്താണ് ആ നിഷേധത്തിന് ആധാരമായി മാറ്റമില്ലാതെ എന്താണോ ഉള്ളത് അത് സാക്ഷി, ബോധസ്വരൂപമായ സാക്ഷി, അറിവ് സ്വരൂപമായ സാക്ഷി അവശിഷ്യത്തെ. അവശിഷ്യത്തെ നിഷേധാവധിഹി സാക്ഷി ബോധരൂപോവശിഷ്യത്തെ. ബോധരൂപമായിട്ട് അവശേഷിക്കുന്നു ആര്? ഈ സാക്ഷി. ആരാണ് സാക്ഷി? ആത്മാ. ആരാണ് ആത്മാ? ഞാൻ സാക്ഷിയല്ലേ? ചിന്തിച്ചു നോക്കൂ. ഞാൻ ചെറുതായിരുന്നപ്പോൾ, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ, ഞാൻ യൗവനത്തിലേക്ക് വന്നപ്പോൾ, എനിക്ക് വിവാഹപ്രായമായപ്പോൾ, എനിക്ക് 50 വയസ്സായപ്പോൾ, എനിക്ക് 60 വയസ്സായപ്പോൾ, ഞാൻ ഇന്ന സ്ഥലത്തേക്ക് പോയപ്പോൾ, അവിടെയൊക്കെ ആരാണ് സാക്ഷി? എന്റെ വളർച്ചയ്ക്ക് സാക്ഷി ആരാണ്? ഞാൻ തന്നെ. ഈ ശരീരം വളർന്നപ്പോൾ, കുഞ്ഞായിരുന്ന ശരീരം ഇപ്പൊ ഇത്രയും വലുതായിരിക്കും, ഇനി ഇത് ക്ഷീണിച്ചു തുടങ്ങും. ഇതൊക്കെ അറിയുന്നത് ആരാണ്? ഞാൻ. ഇനിയും വരുന്നുണ്ട്. ഞാൻ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഗംഭീരമായിട്ട് ശങ്കരാചാര്യസ്വാമികൾ വരുന്ന ശ്ലോകങ്ങളിൽ പറയുന്നു. അപ്പൊ ഇങ്ങനെ ഇതിനെല്ലാം നീക്കി. ഇതിനെല്ലാം നീക്കുമ്പോ എന്താ ഉണ്ടാവുന്നൊരു ചോദ്യം ഉണ്ടാവുമല്ലോ. ശരി, ഈ 5 കോശത്തെ നീക്കി, ഇന്നെ എന്താ ഉണ്ടാവുക? അവിടെ നീക്കുമ്പോൾ എന്ത് കാണും? സർവസാക്ഷിയായി, എല്ലാത്തിനും സാക്ഷിയായി, ഒന്നിലും ഒട്ടാതെ, ഒന്നിലും ബാധിക്കപ്പെടാതെ, ഒന്നിനാലും ബാധിക്കപ്പെടാതെ ഒരു ജ്യോതിസ്വരൂപം അവിടെ, ഒരു ബോധസ്വരൂപം അവിടെ ഉണ്ട്. സാക്ഷിയായിട്ട്, എല്ലാത്തിനും സാക്ഷിയായിട്ട് ഒരു സ്വരൂപം അവിടെ ഉണ്ട്. എല്ലാം കണ്ടു. കുഞ്ഞിലേ മുതൽ ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളെയും കണ്ടുകൊണ്ട് ഒരാളവിടെ ഉണ്ട്. നമ്മൾ വിചാരിക്കുമ്പോഴോ എല്ലാത്തിലും ബാധിക്കുന്ന ഒരാള്. ബാധിക്കുന്ന ഒരാള്, ബാധിക്കാത്ത ആളുടെ, ശ്രദ്ധിച്ച് കേൾക്കണേ, ബാധിക്കുന്ന ഒരാള് ജീവൻ, ബാധിക്കാത്ത ഒരാള് ആത്മാ. അപ്പോ ബാധിക്കുന്ന ആളിൽ നിന്ന്, ജീവൻ എന്ന ആളിൽ നിന്ന് ബാധിക്കാതിരിക്കുക എങ്ങനെ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ച് പഠിച്ച് അതിനെ ബാധിപ്പിക്കാതെ ഇരിക്കുന്ന സമയത്ത് ഈ പ്രതിബിംബം ഇല്ലാതെ കണ്ടാവും, ഒറിജിനൽ ബിംബം മാത്രം ബാക്കിയാവും. ആ ഒറിജിനൽ ബിംബം ഞാൻ തന്നെ എന്ന് അറിയാൻ സാധിക്കും. നേരത്തെ ഞാൻ വിചാരിച്ചിരുന്നതൊന്നുമല്ല ഞാൻ ചൈതന്യ സ്വരൂപമാണ്, ബോധസ്വരൂപമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് ഇനിയും ഒരുപാട് ശ്ലോകങ്ങൾ, നമ്മളിപ്പോ ഒരു 60 ശ്ലോകമേ ആയിട്ടുള്ളൂ. ഇനി ഒരു 40 ശ്ലോകം കൂടി ഉണ്ട്. അപ്പോഴത്തേക്കും ഒരുപാടുണ്ട്. വിവേക ചൂടാമണിയില് നമ്മൾ സെലക്ട് ചെയ്യുന്ന 100 ശ്ലോകങ്ങൾ, നമ്മുടെ ഗുരുനാഥൻ 100 ശ്ലോകങ്ങൾ സംതിങ് ആണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതില് 60 നമ്മൾ പഠിച്ചു. ഇനി 61ാമത്തെ ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എങ്ങനെയാണെങ്കിലും ശരി, വലിയൊരു അറിവാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് വിവേക ചൂടാമണിയിൽ കൂടി. ശരിക്കും പറഞ്ഞാൽ ഇതിൽ അപ്പുറം ഒരു അറിവിന്റെ ആവശ്യം ഉണ്ടെന്ന് പോലും തോന്നുന്നില്ല. ഇത് സാധന ചെയ്ത്, നന്നായിട്ട് പരിശ്രമിച്ച്, നന്നായിട്ട് മനസ്സിലാക്കി, വീണ്ടും വീണ്ടും ചിന്തിച്ച്, ഓരോന്നിലും വിരക്തി വരണം. ഓരോന്നിലും ഡ്രസ്സിൽ വിരക്തി വരണം, അലങ്കാരങ്ങളിൽ വിരക്തി വരണം, ഭക്ഷണത്തിൽ വിരക്തി വരണം, ആരെങ്കിലും സ്നേഹിച്ചില്ല, എന്നോട് പറഞ്ഞില്ല, എന്നെ കണ്ടില്ല, എന്നെ മൈൻഡ് ചെയ്തില്ല, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ പോണം. എല്ലാവരെയും ഒരുപോലെ കാണാൻ സാധിക്കണം, എല്ലാവരോടും സ്നേഹമുണ്ടാകണം, എല്ലാ ജീവികളെയും സ്നേഹിക്കാൻ പറ്റണം. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മുടെ ഈ ശരീരം നമ്മളെ വിട്ടു പോകുന്നതിന് മുമ്പ്, നമ്മൾ ഈ ശരീരത്തെ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് നമുക്കിതൊക്കെ സാധിക്കാം. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ ഉപസംഹരിക്കാം. ഭഗവാൻ അനുഗ്രഹം വേണം എല്ലാത്തിനും. കാരണം ആ ഒരു ചൈതന്യം ഉള്ളിലിരുന്നു കൊണ്ട്
ആ ചൈതന്യത്തിലേക്കുള്ള ആകർഷണത്തെ പൂർണ്ണമായി തരുമ്പോഴല്ലേ നമുക്കത് സാധിക്കുക. അപ്പൊ അമ്പലത്തിൽ പോകുമ്പോ ഒക്കെ പ്രാർത്ഥിക്കണം. എങ്ങനെ? പുറത്ത് ചൈതന്യത്തെ കാണാനാണല്ലോ ഈ പോകുന്നത്. അപ്പൊ ആ ചൈതന്യത്തിനോട് പറയണം, എൻ്റെ ഉള്ളിൽ ഒഴിക്കുന്ന ചൈതന്യം ആയി തന്നെ എനിക്കൊരു ദർശനം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. മുന്നോട്ട് വരട്ടെ ഞാൻ എന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ ഉള്ളിൽ എനിക്ക് കാണാൻ സാധിക്കട്ടെ ഈശ്വര എന്ന് പറയണം. അപ്പൊ എന്താ മറുപടി കിട്ടുക? മറുപടി കിട്ടും, ഞാൻ പറഞ്ഞതൊക്കെ ചെയ്താൽ അതുപോലെ നടക്കുമെന്ന് മറുപടി കിട്ടും. ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറെ കാര്യങ്ങൾ, അതെവിടെ കിട്ടും? അത് വേദത്തിലാണ്. ആ വേദം അനുസരിച്ച് ജീവിച്ച, അതിനാണ് ഭഗവാൻ അവതരിച്ചത്. ഭഗവാൻ അവതരിച്ച് പറഞ്ഞു, വേദ പുനരുദ്ധാരണമാണ് എൻ്റെ അവതാര ഉദ്ദേശം. അതുകൊണ്ട് വേദമനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ആര്, നിങ്ങൾ സ്വയം ആരെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ എനിക്കറിയാം ഞാൻ ഈശ്വരനാണെന്ന്, നിങ്ങൾക്കറിയില്ല നിങ്ങൾ ഈശ്വരനാണെന്ന്. പക്ഷെ ഞാൻ പറയുന്നു നിങ്ങൾ ഈശ്വരനാണെന്ന്. അത് നിങ്ങൾക്കറിയണമെങ്കിൽ വേദം പഠിക്കുക, വേദം ജപിക്കുക, മനസ്സിൽ വിവേകമുണ്ടാവട്ടെ. വേദം ജപിച്ചാൽ വിവേകം വരും. വിവേകം വന്നാൽ പതുക്കെ പതുക്കെ വൈരാഗ്യം വരും. വൈരാഗ്യവും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക്, അതായത് ആ ഈശ്വരനുമായിട്ടുള്ള ഏകീഭാവത്തിലേക്ക്, നമ്മൾ വേറെയല്ല എന്നുള്ള ആ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശക്തിയായി നമുക്ക് മാറാൻ സാധിക്കും. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. എല്ലാവർക്കും സായിറാം. സായിറാം സാർ. സായിറാം. സായിറാം സാർ. സായിറാം.